ഈ ഇവൻ്റ് പ്രോഗ്രാമുകളിൽ സേഫ്റ്റി പ്രധാനപ്പെട്ടൊരു സാധനമാണ്. അതായത് ഫയർ എക്സിറ്റ്, അതേപോലെ നമ്മുടെ എൻട്രൻസിലുള്ള കാര്യങ്ങൾ. ഈ എൻട്രൻസിൽ തിക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ആളുകൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ലൈനാക്കിയിട്ട് പാർട്ട് ചെയ്യണം. എന്നിട്ട് ആ പാർട്ട് ഓഫിൽ വേണം ഈ ആളുകളെ കടത്തി വിടാൻ. ഇനി എക്സിറ്റിലും അതേ സെയിം സാധനം തന്നെ വേണം. അതായത് ഒറ്റ എൻട്രൻസ് ആക്കാതെ ഒരു ഏരിയ തന്നെ 3-4 ലൈനാക്കിയിട്ട് വേണം എൻട്രൻസ് രൂപീകരിക്കാൻ. അതേപോലെ തന്നെ എക്സിറ്റിലും അതന്നെ. ഈ എക്സിറ്റ് കൂടാതെ ഫയർ എക്സിറ്റ് വേറെ വേണം. ആളുകൾ ഒരേ സ്ഥലത്ത് തന്നെ 3-4 ലൈനായിട്ട് ഓടുമ്പോൾ അവിടെ ക്രൗഡ് വന്ന് ആളുകൾ മരിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഉദാഹരണത്തിന് കരൂരിൽ ഉണ്ടായിട്ടുള്ള സംഭവം. ഇപ്പോൾ ബഹുമാനപ്പെട്ട വിജയ് മുഖ്യമന്ത്രിയായി. നമുക്കറിയാം കരൂരിലെ സംഭവം നമുക്ക് മറക്കാനാവാത്ത സംഭവങ്ങളാണ്. ക്രൗഡ് കൂടിയിട്ട് വിജയിനെ കാണാൻ വേണ്ടി അവിടെയുള്ള മരങ്ങളിലേക്ക് കയറാണ്. അപ്പോൾ മരങ്ങളിലേക്ക് കയറുന്ന സമയത്ത് മരം പൊട്ടി വീണ് താഴോട്ട് വീണ് ലാസ്റ്റ് അവരെ വളരെ ദയനീയമായി ആളുകളെ മേത്തുകൂടെ നടന്നു നീങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ വേദനയോടെ കാണാനിടയായി. ഏതൊരു പബ്ലിക് ഇവൻറ്റ് നടത്തുകയാണെങ്കിലും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ ക്രൗഡ് മാനേജ്മെൻറ്റ്, അതേപോലെ നിയമ സംവിധാനങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നിയമകാര്യങ്ങൾ പാലിക്കുക എന്നുള്ളത്. മൂന്നാമത്തത് ആംബുലൻസ് തുറസമായ സ്ഥലത്ത് നിർത്തിയിടുക എന്നുള്ളതാണ്. അതിൻ്റെ റൂട്ട് കാര്യങ്ങൾ. കാരണം ഈ ക്രൗഡിൻ്റെ ഉള്ളിൽ ആംബുലൻസ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആംബുലൻസിന് പുറത്ത് പോകാൻ കഴിയില്ല. അപ്പം ഈ ആംബുലൻസ് എത്ര മീറ്ററിൻ്റെ അകലെ ആയിരിക്കണം നിർത്തിയിടേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ സെക്യൂരിറ്റിയും ഗൈഡും ഒക്കെ. പിന്നെ വേണ്ടി വന്നാൽ നമുക്കൊരു മെഡിക്കൽ ടെൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ക്യാമ്പ് സ്ഥാപിച്ചിട്ട് അവിടെ സേഫ്റ്റി ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്.